കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും ജനകീയ കമ്മ്യൂണിസ്റ്റ് എന്ന പേരിന് ഏറ്റവും കൂടുതൽ അർഹനുമായ വി.എസ്. അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ അനുശോചിച്ചാണ് തൊടുപുഴ നഗരത്തിൽ സർവകക്ഷികളുടെ നേതൃത്വത്തിൽ മൗനജാഥ സംഘടിപ്പിച്ചത്. ജാഥയ്ക്ക് ശേഷം മുനിസിപ്പൽ പാർക്കിന് മുന്നിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ വിവിധ രാഷ്ട്രീയ സംഘടനാ നേതാക്കൾ വി.എസിനെ അനുസ്മരിച്ചു. തലമുറകളെ പ്രചോദിപ്പിച്ച വി.എസ്. അച്യുതാനന്ദൻ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത ജനകീയനായ നേതാവായിരുന്നുവെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം KP മേരി പറഞ്ഞു. ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ജനങ്ങളിൽ ഒരാളെ പ്രവർത്തിച്ച ജനമനസ്സുകളിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ചിരപ്രതിഷ്ഠ നേടിയ നേതാവായിരുന്നു വി.എസ്. അച്യുതാനന്ദനെന്ന് ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യു പറഞ്ഞു. കമ്മ്യൂണിസ്റ്റുകാരനായി, നല്ലൊരു സംഘാടകനായി, താൻ ഇടപെടുന്ന വിഷയങ്ങളോട് 100% വാക്വാർത്ത നടത്തിയ കേരളം കണ്ട ഏറ്റവും നല്ല കമ്മ്യൂണിസ്റ്റുകളിൽ ഒരാൾ അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം പാർട്ടിയുടെ സമ്മേളന വേദിയായ ഇവിടെ സഹോദരി സൂചിപ്പിച്ചതുപോലെ ആരംഭ ദിശയിൽ കർഷക തൊഴിലാളികളെയും കരത്തൊഴിലാളികളെയും ഒക്കെ സംഘടിപ്പിച്ച കാലഘട്ടം ജന്മിത്വത്തിനും നാടുവാഴിത്വത്തിനും പ്രമാണിത്വത്തിനുമെതിരെ പൊരുതാനും പോരാടാനും രാജ്യത്തെ തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ്, സമര കേരളത്തിന്റെ വീരനായകൻ, മാർക്സിസത്തെ കൈവിടാത്ത തൊഴിലാളി നേതാവ് എന്നീ നിലകളിൽ വി.എസിന്റെ നാമം എന്നും ഓർമ്മിക്കപ്പെടുമെന്ന് CPI നേതാവ് VR പ്രമോദും വി.എസ്. എന്ന രണ്ടക്ഷരം ഒരു കാലഘട്ടത്തിന്റെ ഒച്ചയും പ്രതിരോധവും സംരക്ഷണവുമായിരുന്നുവെന്ന് BJP ഇടുക്കി ജില്ലാ നോർത്ത് പ്രസിഡന്റ് PP സാനുവും പറഞ്ഞു. EK നയനാർക്ക് ശേഷം ഏറ്റവും ജനകീയനായ നേതാവായിരുന്നു വി.എസ്. എന്ന് മുസ്ലിം ലീഗ് നേതാവ് KMA ഷുക്കൂറും അനുസ്മരിച്ചു. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ജന്മിത്വത്തിനെതിരെ അരയിൽ അണിഞ്ഞിരുന്ന അരഞ്ഞാണമൂരി വീശാനും അടിക്കാനും തൻ്റെ ഇടം കാണിച്ച് തൻ്റെ ശരീരവും മനസ്സും നാവും തളരുവോളം ഒരു തീപ്പന്തമായി നാം കണ്ടത് അച്യുതാനന്ദനെയാണ്. അതുകൊണ്ട് തന്നെ ചരിത്രം എല്ലാ കാലത്തും അച്യുതാനന്ദനെ ഓർക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നലെയും മിനിഞ്ഞാന്നും മലയാളക്കര ദർശിച്ചത്. അനുസ്മരണ ചടങ്ങിൽ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.